സജീഷ് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനല്ല ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന. പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സജീഷ് അടക്കമുള്ള അനുയായികൾ ആരാധകർ ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ദൈവമാണെന്ന്, തെറ്റുപറ്റാത്ത ഒരാളാണെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ല് പോലെ പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്താൽ തല പോയാലും തിരുത്തില്ല എന്നൊക്കെ പറയുന്നത്. അത് ജനാധിപത്യത്തിൽ വലിയൊരു കാര്യമൊന്നുമല്ലെന്നേ. നിലപാട് ഏതെങ്കിലും തരത്തിൽ നിലപാടിൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം. സാങ്കേതികമായ ന്യായം പറഞ്ഞ് അതിൽ കിടന്ന് ഊഞ്ഞാലാടുകയല്ല വേണ്ടത്. ഇവിടെ ഇത്തരം ചില വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആ വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു. ഈ ഗവൺമെൻറ് വരുമ്പോൾ തന്നെയുള്ള മാറ്റം എന്താ? ഈ പറയുന്ന ഇതിൻ്റെ തീരുമാനങ്ങൾ ആർക്കും വിമർശിക്കാന്നേ. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള വിമർശനത്തെ തിരുത്തും ജനാധിപത്യത്തിന്റെ ഭംഗി പറയല്ലേ? ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഒരു കേരളം ഞെട്ടിയ നിർണായകമായ ഒരു കേസിൽ, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിർണായകമായ ഒരു കേസിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് സംശയിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വക്താവ്, അതിലെ 9ാമത്തെ പ്രതിയുടെ വക്കീൽ, ആ കേസിന്റെ മൊത്തം ചുമതല ഏൽപ്പിക്കുന്നത് എന്താണ്, സ്പെഷ്യൽ പ്ലീഡർ ആവുകയാണ്, ഇല്ലാത്തൊരു പദവിയിൽ ഉണ്ടാക്കി. എന്തായിരുന്നു ആ ലക്ഷ്യം? ആരാണ് പിന്നിൽ എന്നറിയണ്ടേ? അനൂപ്, തെറ്റും തിരുത്തലൊക്കെ നിൽക്കട്ടെ. ഹാഷ്മി, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങ് ഉന്നയിച്ച വാദങ്ങൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ആ പ്ലീഡർഷിപ്പിന് 24 മണിക്കൂറിന്റെ ആയുസില്ലാതായി പോയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാങ്കേതികമായി അദ്ദേഹം വിദഗ്ധനാണ്, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കിടന്ന് മെഴുകാമായിരുന്നല്ലോ. ഞങ്ങളതിന് നിന്നിട്ടില്ല. ഞങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനാധിപത്യ ഇപ്പോൾ 100 പേര് ഇത്രയധികം പേരുള്ള പ്ലീഡർ തസ്തികയിനകത്ത് എല്ലാ നിയമനങ്ങളും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ കൺസേൺ മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. താങ്കൾക്ക് അറിയാത്തതല്ലോ, ഇതാ 900 നിയമനങ്ങളിൽപ്പെട്ടതല്ല. ഇതൊരൊറ്റ പോസ്റ്റാണ്. എന്താണ് ഇല്ലാത്തൊരു പദവി? ആ പദവി എന്താണ്? അത് ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം ഒതുങ്ങിയതല്ല. കേരളത്തിൽ മുഴുവനുള്ള ദേവസ്വത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഒറ്റ പദവി. ആ ഒറ്റ പദവിയിലേക്ക് ഒറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥയാണ് ശ്രീ അനൂപ്? എന്തൊരവസ്ഥയാണത്? അല്ല, അത്തരം വിവാദങ്ങൾ, ഞാനൊരു കാര്യം പറയട്ടെ ഹാഷ്മി, അങ്ങനെ പറയാൻ അനുവദിക്കണം. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്നു. അത്തരം ഈ പറയുന്ന ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ അത്തരം ആരോപണങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെ പോലും പരിഗണിക്കണം ഒരു സർക്കാർ എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ അതിന് 24 മണിക്കൂർ പോലും ആയുസില്ലാതെ പിൻവലിക്കപ്പെട്ടത്. മുൻകാലത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ LDF എടുത്ത സമീപനം എന്താ? അല്ല, മുൻകാലത്തെ സമീപനം തുടരാനല്ലോ സാർ നിങ്ങളെ സർക്കാർ അധികാരത്തിലേക്ക് എത്തിച്ചത്.